ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രൂച്ചസ് എംബ്രോയ്ഡറി ആണ്. ബ്രൂച്ചസ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഹാൻഡ് വർക്കൊക്കെ ആണെങ്കിൽ 3 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ഒരു ബ്രൂച്ചസ് എംബ്രോയ്ഡറി നമുക്ക് വെറും 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ആരി വർക്ക് അറിയുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാൻഡ് വർക്ക് അറിയുകയോ ഒന്നും വേണ്ട. സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു സാരി ബ്ലൗസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽ ഇത് സ്റ്റിക്ക് ബീഡ്സ് അല്ലെങ്കിൽ ലോങ് 2 ബീഡ്സ് എന്ന് പറയുന്ന ബീഡാണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ പേൾസ് എടുത്തിട്ടുണ്ട്. പേൾസ് സൈസ് നമ്പർ 3 ആണ് കേട്ടോ ഇത്. വൈറ്റ് കളറുള്ള പേളാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ടാബ്ലറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ബീഡ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ടാബ്ലറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഇത് ഇരിക്കുന്നത്. ഇതുപോലത്തെ പല കളറിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു ത്രെഡാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ബ്ലാക്ക് കളറുള്ള സൂയിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നീഡിലെടുത്തിട്ട് 2-3 തവണ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബീഡ്സൊക്കെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് അതിലേക്കൊരു 2 ബീഡ് ഇതുപോലെ എടുക്കാം. നിങ്ങൾ നീഡിൽ നമ്പർ 12 എടുക്കണം കേട്ടോ. ഇത് ഞാൻ വേറൊരു നീഡിലാണ് എടുത്തത്. അതിന് ഇച്ചിരി ലെങ്ത്ത് കുറവാണ്. അപ്പോൾ അത് ഇതുപോലെ കടത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലാൻഡിങ് ആയിട്ടൊന്ന് വെച്ചിട്ട് നീഡിൽ താഴ്ത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ബീഡ് വർക്ക് വരേണ്ടത് ആ ലോങ് 2 ബീഡ് സ്ലാൻഡിങ് ആയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഇനി ഒന്നും കൂടെ ഞാൻ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി ഒന്നും കൂടെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ആ ലോങ് 2 ബീഡിൻ്റെ നടുക്ക് നിന്ന് വേണം വീണ്ടും നമ്മൾ നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് അടുത്ത ബീഡ് ഇതുപോലെ എടുത്തിട്ട് അത് നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ബീഡ് ഇനിയും വരാനായിട്ട്. അപ്പം ഒരു വൈ ഷേപ്പ് വരുന്ന പോലെ വേണം ബീഡ് വരാനായിട്ട്. ഇനി നീഡിൽ താഴ്ത്തി എടുക്കുക. അപ്പം നമ്മൾ ഓരോ തവണ ലോങ് 2 ബീഡ് വെക്കുമ്പം ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. ഇനി നീഡിലെടുക്കേണ്ടത് നമ്മളിപ്പോൾ വെച്ച 2 ബീഡില്ലേ അതിൻ്റെ നടുക്ക് നിന്ന് വേണം. അപ്പോൾ അങ്ങനെ ഓരോ 2 ബീഡിൻ്റെയും നടുക്ക് നിന്ന് നമ്മൾ നീഡിലെടുത്ത് കഴിയുമ്പം ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നല്ല ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ബ്ലൗസിലോ അല്ലെങ്കിൽ ഷോളിലോ ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ ബ്രൂച്ചസ് ഡിസൈൻസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ വേറെയും ബ്രൂച്ചസ് ഡിസൈൻസിൻ്റെ വീഡിയോ ചെയ്യാം. ഈ റൗണ്ട് ഷേപ്പിൽ മാത്രമല്ല ചെറിയ ചെറിയ മോട്ടീഫ് വരുന്ന പോലെയൊക്കെ ബ്രൂച്ചസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ.
ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ബോർഡറിലൂടെ ഒരു റോ ലോങ് ടൂ ബീഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ബീഡ് വർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ നീഡിൽ ഈ ഒരു പോർഷനിൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടുന്ന് നീഡിൽ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു പേള്, ഒരു ടാബ്ലറ്റ് ബീഡ്, ഒരു പേള്, അങ്ങനെ 3 ബീഡ് ഒന്നിച്ച് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് എടുക്കേണ്ടത്. ഇതേപോലെ എടുത്ത ശേഷം നമുക്ക് ആ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ സ്ലാൻഡിങ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുവാണ്. ഇതുപോലെ നമ്മൾ ബീഡ് വർക്ക് എപ്പോൾ ചെയ്താലും 2 തവണ വെച്ചിട്ട് ത്രെഡ് ആ ബീഡിൻ്റെ ഒക്കെ ഉള്ളിലൂടെ കടന്നു പോവുകയും വേണം. ഓരോ ബീഡും നമ്മൾ ലോക്ക് ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ 3 ബീഡ്, അത് ഞാനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുവാണ് ഒന്നും കൂടെ. അപ്പോൾ വീണ്ടും നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഇനി അടുത്ത എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ, നീഡിൽ. അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ സ്റ്റിക്ക് ബീഡിൻ്റെ ഇടയ്ക്കായിട്ട് ടാബ്ലറ്റ് ബീഡ് വരും കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേരിയേഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ടാബ്ലറ്റ് ബീഡും ഒരു പേളും മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ടാബ്ലറ്റ് ബീഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ സീക്വൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ വരണം എന്നുള്ളത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺസ് ഒക്കെ കിട്ടും, ക്ലിപ്പ് സ്റ്റോണ്, പിന്നെ അല്ലെങ്കിൽ ഫിറ്റിംഗ് സ്റ്റോൺ, അങ്ങനെയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുൾ റൗണ്ട് സ്ലീവിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഒരു ബ്രൂച്ച്, ജസ്റ്റ് ഒരു ബ്രൂച്ചില്ലേ, അതുപോലെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ബ്രൂച്ച് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ സ്ലീവ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാനിത് 1 മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാം. നിങ്ങളുടെ ഷോളിലോ അല്ലെങ്കിൽ സ്ലീവിലോ ബ്ലൗസിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.